എല്ലാവർക്കും ഷെബീസ് ലൈഫിലേക്ക് സ്വാഗതം. വളരെ രുചികരമായ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ കൂന്തളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് സമയം നമ്മൾ സ്ട്രെയിനറിലിട്ട് വെക്കണം. ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം സമയം കൂന്തൾ അരിപ്പയിലിട്ട് വെക്കണം. ഇത് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളിയാണ് നടുകെ കീറിയിട്ടുള്ളത്. അതുപോലെ 12 വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് നടുകെ കീറിയത്, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ കൂന്തൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മസാലപ്പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ചെറിയ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിക്കാത്തതും, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവായുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം എല്ലായിടത്തും മസാലയൊക്കെ ആവുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഞാൻ അത്യാവശ്യം നല്ല സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു, എന്നാലും ഇതിൽ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇത് വെള്ളം എല്ലാം വറ്റി വരുന്നത് വരെ നമുക്ക് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 to 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ കൂന്തളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ തീ എപ്പോഴും മീഡിയത്തിലാക്കി വെക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. അത് അടിയിൽ കരിഞ്ഞു പോകുന്നോ ഒക്കെ നോക്കണം. അവസാനമായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.